ഹേ ഗായ്സ്, വെൽക്കം ടു യാസിൻ വ്ളോഗ്സ് ഫാമിലി. എല്ലാവർക്കും യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലോട്ട് സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം ഗൈസ്? ഞാനിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് രാത്രിയായി. രാത്രി മീൻസ് ഈവനിങ്. കണ്ടില്ലേ, എനിക്ക് രാവിലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം രാവിലെ തൊട്ടുള്ള അങ്കാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു 8:30 ഒക്കെ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആ ടൈമിൽ ഞാൻ കംപ്ലീറ്റ് ലേറ്റായിട്ടാണ് എണീറ്റതും. അപ്പം നേരെ എല്ലാം വാരി പിടിച്ച് ബ്രഷൊക്കെ ചെയ്ത് ഇറങ്ങി ഓടി. അങ്ങനെയാണ്. ഇപ്പം സമയം ഒരു 2:30 or 3 o'clock ആയിട്ടുണ്ടാവും. ക്ലാസ് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താ പറയുക, കുട്ടി ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ അപ്പം അവിടെ നിന്ന് ഇറങ്ങിട്ടോ, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഹോസ്റ്റലിൽ പോകണം. അപ്പോൾ ഇന്നത്തെ കമൻറ്റിൽ കുറേ പേരുണ്ടായിരുന്നു, അതായത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചില്ല, ഫസ്റ്റ് തുടങ്ങി കാണിക്കും. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഹോസ്റ്റലിൽ കയറുമല്ലോ, അന്നേരം നിങ്ങൾ എൻ്റെ ഒപ്പം കയറിക്കോ. അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ വീഡിയോയിൽ കൂടെ. അപ്പം ആ ഒരു വീഡിയോ ആയിരിക്കും ഇന്ന്. ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇന്ന് വന്നിട്ട് ഫസ്റ്റ് കുക്കിംഗ് ആയിരിക്കും. ഞാനിതുവരെ വന്നിട്ട് കുക്ക് ചെയ്തിട്ടില്ല. എൻ്റെ റൂംമേറ്റാണ് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഹാരിക എന്ന് പേരുള്ള ഒരു റൂംമേറ്റാണ്. ഓളാണ് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇത്ര ഒന്ന് സെറ്റായി വരണ്ടേ. അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പം ഇപ്പോൾ കുറച്ച് സ്നോ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും സ്റ്റിൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഞാൻ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ നടക്കണ വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മളുടെ ഹോസ്പിറ്റലും കാര്യങ്ങളും. ഇതിവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ കേട്ടോ. നമുക്ക് നമ്മളുടെ കോളേജിൽ നിന്ന് കുറച്ചൊരു കോളേജ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞാൽ പിന്നെ ഒരു തേർഡ് ഇയർ തൊട്ട് നമ്മുടെ ക്ലാസ്സസ് വന്നിട്ട് ഈ ഭാഗത്തായിരിക്കും, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. കാരണം നമ്മൾ ഈ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലാണല്ലോ പഠിക്കുന്നത്. നാട്ടിലത്തെ പോലെ തന്നെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പം ഈ ഒരു അർഹാങ്കൽസ്ക് ഏരിയയിൽ ഈ ഹോസ്പിറ്റൽ, ഇതിന് ഫസ്റ്റ് ഹോസ്പിറ്റലും പിന്നെ എൻ്റെ കോളേജുണ്ട്. കോളേജിൻ്റെ അവിടെ ഇതുപോലെ തന്നെ ഒത്തിരി ഹോസ്പിറ്റലുണ്ട്. അപ്പം ഇങ്ങനെ സെക്ഷൻ വൈസ് ആയിട്ടാണ്. ഈ ഭാഗം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹോസ്പിറ്റലും, പിന്നെ ആ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അതും ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഓക്കെ, അങ്ങനെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പം ഞാൻ നമ്മളുടെ ഹോസ്റ്റലിലോട്ട് പോവാണ്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്നോ ഷവർ ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണണം അറിയത്തില്ല. എങ്ങനെയെങ്കിലും അപ്പുറത്ത് ക്രോസ് ചെയ്യണം. ഇവിടെയാണ് ക്രോസിങ്. ഇതിൽ തന്നെ പോവാല്ലേ, ഇനി അതിനൊരു പ്രശ്നം വരണ്ട. നമ്മൾ ഇത് പോക്കറ്റ് റോഡാണ്. അപ്പം ക്രോസിങ് നോക്കാണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പം നല്ല സ്നോ പെയ്യുന്നുണ്ട് കേട്ടോ. മുമ്പ് നല്ല സ്നോ ആയിരുന്നു, പിന്നെ ടെമ്പറേച്ചർ ഡൗൺ ആയി. കുറച്ച് ദിവസം മഴയായപ്പം ഇവിടെ സ്നോ ഒക്കെ പെയ്തപ്പം ഇവിടെ ആകെ അളിപിളിയായി. ഇങ്ങനെയാണ് ഇപ്പോൾ കറൻറ്റ്ലി സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അറിയില്ല, ഈ വർഷം കാലാവസ്ഥക്കാകെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല. ഈ സമയത്തൊക്കെ ഇവിടെ നല്ല പോലെ സ്നോ ഉണ്ടാവലുണ്ട്. സോ നമുക്കിനി ഇവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, 5 മിനിറ്റേ ഉള്ളൂ. പിന്നെന്താ ഒരു പരിപാടി എന്ന് വെച്ചാൽ മാഗ്നറ്റിൽ പോകണം. പിന്നെ ഫസ്റ്റ് കുക്കിംഗ് അല്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അങ്ങനത്തെ ഒക്കെ പരിപാടിയാണ്. മാഗ്നറ്റിൽ പോയിട്ട് നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാം. എന്നിട്ട് കുക്കിംഗ് ഒക്കെ കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്. എത്രത്തോളം ഈ വീഡിയോ സക്സസ് ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ഏരിയ കാണിച്ചു തരാം. പുതിയ ഏരിയ അല്ലേ, നിങ്ങളും കൂടി ഒന്ന് ഫെമിലിയർ ആയിക്കോട്ടെ. ഈ ഏരിയ കണ്ടോ, വിൻ്റർ ആവുമ്പം നല്ല രസമാണ് കാണാൻ. അതായത് ഇവിടെയൊക്കെ വൈറ്റ്, ഇവിടെയും വൈറ്റ്, പിന്നെ ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് നടക്കാൻ. പിന്നെ റോഡ്, പിന്നെ ഈ മരങ്ങളൊക്കെ നല്ല രസമാണ് വിൻ്റർ ആകുമ്പോൾ കാണാൻ. കാരണം ഇതൊക്കെ എന്താ പറയുക, ഈ ചില്ലേമിലൊക്കെ വൈറ്റ് ആയിട്ട് സ്നോ ഇങ്ങനെ പെയ്തിട്ട് ഇങ്ങനെ ഐസ് പോലെ ഇങ്ങനെ കിടക്കും. കാണാൻ നല്ല ഭംഗിയാണ്.
ചിലപ്പോൾ ജനുവരി ആവും അത് ആവാനായിട്ട് ഈ കൊല്ലം. കാരണം ഇപ്പോൾ വിൻ്റർ ലേറ്റ് അല്ലേ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിലേക്ക് നടക്കട്ടെ. കൈ നല്ല മരവിക്കുന്നുണ്ട്. ബാക്കി ഞാൻ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് എടുക്കാം. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളുടെ മാഗ്നറ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഏരിയത്തെ മാഗ്നറ്റ് കേട്ടോ. ഇനി കുറച്ച് കാലത്തേക്ക് ഈ ഒരു മാഗ്നറ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹോസ്പിറ്റൽ അതാണ് കേട്ടോ. എന്താ പറയുക, ഞാൻ സൂം ചെയ്ത് കാണിച്ചിരുന്നിട്ട് അത് മൊത്തം ഹോസ്പിറ്റലാണ്. ഞാൻ പിന്നീട് ഒരു ദിവസം നിങ്ങളാ അവിടെ വ്ളോഗ് കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ. അതുകൊണ്ട് ജസ്റ്റ് ഇതാക്കാം. ഇതെൻ്റെ ഹോസ്പിറ്റല്. ഇങ്ങനെ പോയാൽ എൻ്റെ ഹോസ്റ്റല് അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് എൻ്റെ ഹോസ്റ്റല്. അപ്പോൾ എനിക്ക് ഭയങ്കര സുഖമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്റ്റല് ചൂസ് ചെയ്തത്. ഓക്കെ, നമുക്ക് മാഗ്നറ്റിൽ പോയി സാധനം മേടിക്കാം. അപ്പം ഫസ്റ്റ് കുക്കിംഗ് ഡേ ഇൻ മൈ ലൈഫിൽ നമുക്ക് മാഗ്നറ്റിൽ കയറിയിട്ട് ബാക്കി കാണാം ഗൈസ്. അങ്ങനെ ഞാൻ നടന്ന് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് നമ്മളെ ഹോസ്റ്റൽ കേട്ടോ. നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ മെയിൻ ഹോസ്റ്റലാണ് എൻ്റെ ഹോസ്റ്റല്. ഇവിടെയാണ് മറ്റേ ഹോസ്റ്റലിൻ്റെ മെയിൻ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. അങ്ങനെ ഇവിടെ നിന്നാണ് ഇൻഫർമേഷന് പല ഹോസ്റ്റലിലോട്ട് പാസ് ചെയ്യുക. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കാർഡ് വെക്കണം, എന്നിട്ട് ഇങ്ങനെ ആക്സസ് ചെയ്യും. ഞാൻ തുറന്നിട്ടേക്കണം, കാർഡ് വേണ്ട. ഇങ്ങനൊരു ഡോർ ഉണ്ടാവും. ഇവിടെ പ്രസ് ചെയ്ത് വിട്ട് പുറത്ത് പോകാൻ. അപ്പം ഒരു ഡോറ്, രണ്ടാമത്തെ ഡോറ്, ഇത്രയും ഡോറുണ്ട്. ഇവിടെ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഭാഗവും കാര്യങ്ങളും ഇതൊക്കെയാണ്. ഓക്കെ, നമ്മളിങ്ങനെ തുറന്നിട്ട് നേരെ ലിഫ്റ്റ്. ഈ സൈഡിലും ലിഫ്റ്റുണ്ട്, പിന്നെ ആ ഒരു സൈഡിലും ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. ഓക്കെ, നമ്മളിങ്ങനെ കയറിയിട്ട് പോവാം. ലിഫ്റ്റിൽ കയറണം. ഞാൻ സൗണ്ട് കുറച്ച് വേറൊന്നുമില്ല. അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് എന്താ പോലെ വീഡിയോ എടുക്കാൻ. സ്റ്റെപ്പ് കയറിയും പോവാം, ലിഫ്റ്റ് കയറിയും പോവാം. പക്ഷേ സ്റ്റെപ്പ് 9 നില കയറുമ്പം ഫുള്ള് കിതയ്ക്കും. അതുകൊണ്ട് ലിഫ്റ്റാണ് ഞാൻ പ്രിഫർ ചെയ്യാറ്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഓൾറെഡി ടയേർഡായിട്ടല്ലേ വരുന്നത്. അതിൻ്റെ ഇടയിൽ സ്റ്റെപ്പും കൂടി കയറുമ്പോൾ ആകെ ആവശ്യതയാണ്. പക്ഷേ ഹെൽത്തി വേർഷൻ എപ്പോഴും സ്റ്റെപ്പാട്ടോ. അതാരും ചൂസ് ചെയ്യില്ല, അതാ പ്രശ്നം. നമ്മൾ ഈ ലിഫ്റ്റിൽ വന്നു. ഇനി എൻ്റെ ഫ്ലോർ വന്നിട്ട് 9th ഫ്ലോർ. ഓക്കെ, ഞാൻ 9th ഫ്ലോർ. ഇങ്ങനെ ലിഫ്റ്റ് ഇറങ്ങി 9th ഫ്ലോറായി കയറിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ റൂമെന്ന് വെച്ചാൽ 900 ഇതാണ് എൻ്റെ മുറി. പിന്നെ നമുക്ക് സുഖാട്ടോ, നേരെ ഓപ്പോസിറ്റ് നമുക്ക് അടുക്കളയാണ്. അപ്പം ഇവിടെ കയറുന്നു. എൻ്റെ റൂംമേറ്റ് ഇപ്പോൾ പോയി. അപ്പം ഓൾ ഓൾറെഡി താക്കോൽ എവിടെയെങ്കിലും വെച്ച് വേണം ഗൈസ്. അപ്പം എൻ്റെ മോരുകറിയും ചോറ് ഞാൻ നേരത്തെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ വന്ന, ഒരു മിനിറ്റ് അടുക്കട്ടെ. ചോറ് കുക്കറിയിൽ നേരത്തെ ആക്കിയിട്ടുണ്ടേനു. അപ്പം ഇതാണ് ചോറ്. അപ്പോൾ ചോറ്, മോരുകറി, ഇത്. ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പം ഈ വീഡിയോ എന്ന് വെച്ചാൽ ഒരു വൈൻഡിങ് അപ്പ് ആയിക്കോട്ടോ. കാരണം നിങ്ങൾ ലാസ്റ്റ് കണ്ടുവെച്ചത് മോരുകറിയും ചോറിൻ്റെയും കഴിച്ചിട്ട് അങ്ങനെ കഴിച്ച് പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു, റെസ്റ്റ് എടുത്തു. പിന്നെ രാത്രിയായി കിടന്നുറങ്ങി. അന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് മീൻസ് ഇന്നലെ, സോറി. അപ്പം ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ മോർണിംഗ് ആണ്. ഇന്ന് എനിക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇന്ന് എൻ്റെ റൂംമേറ്റ് എനിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അത് കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം വീഡിയോ. ബ്രെഡ് ടോസ്റ്റും പിന്നെ സ്മൂത്തി, ബ്ലൂബെറി സ്മൂത്തി കേട്ടോ.